രണ്ടാമത്തെ യുദ്ധം നയിക്കുവാൻ ശ്രീഭദ്ര രണഭൂമിയിൽ എഴുന്നള്ളുന്നതിൻ്റെ വാദ്യഘോഷങ്ങളും ശംഖനാദവും അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ദേവി എഴുന്നള്ളുന്നതിൻ്റെ വാദ്യഘോഷങ്ങൾ ശ്രവിച്ചിട്ടും ദാരികൻ ദേവിയുമായി യുദ്ധം ചെയ്യുവാൻ രണഭൂമിയിൽ പ്രത്യക്ഷനാകാതെ ദാരിക പോരാളികൾ ദേവിയെ പരിഹസിച്ച് രണഭൂമിയിൽ നിന്ന് നൃത്തം വയ്ക്കുന്ന കാഴ്ച. അസുര പോരാളികൾ ദേവിയെ പരിഹസിച്ച് ദേവിയുടെ മുമ്പിൽ നിന്നും നൃത്തം വെച്ച് ദേവിയെ വെല്ലുവിളിക്കുന്നു. ദേവിയുമായി നേരിട്ട് യുദ്ധം ചെയ്യാതെ ദേവിയുടെ തിരുമുമ്പിൽ നിന്ന് ദേവിയെ പരിഹസിച്ച് നൃത്തം വയ്ക്കുന്ന ദാരിക പോരാളികളെയാണ് ദേവിക്ക് രണ്ടാമത്തെ യുദ്ധത്തിൽ ദർശിക്കുവാൻ സാധിക്കുന്നത്. രണഭൂമിയിൽ ദാരികനുമായി യുദ്ധം ചെയ്യുവാൻ നിരായുധയായി നിലകേശി അമ്മ എഴുന്നള്ളിയപ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ആയുധവും ഉയർത്തിക്കാട്ടി തൻ്റെ സമീപത്ത് അണയുവാൻ ദാരികൻ ദേവിയെ വെല്ലുവിളിക്കുന്നു. തൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് വിശ്രമിച്ചാൽ ഭദ്രയെ നിന്നെ ഞാൻ സമാപ്തമാക്കും എന്ന് വെല്ലുവിളിച്ച ദാരികൻ ദേവിയുടെ പിന്നാലെ ആയുധവും ഉയർത്തിക്കാട്ടി തൻ്റെ സമീപത്ത് ഉണയുവാൻ വീണ്ടും വീണ്ടും ദേവിയെ വെല്ലുവിളിക്കുന്നു. ഈ തൃശൂലം നിന്റെ മാറിൽ ഞാൻ കുത്തിയിറക്കും ദാരുക എന്ന് ശ്രീഭദ്ര ദാരികന് മുന്നറിയിപ്പ് നൽകി മുന്നോട്ട് എഴുന്നള്ളുമ്പോൾ ദേവിയുമായി നേരിട്ട് യുദ്ധം ചെയ്യാതെ ദാരികൻ തൻ്റെ അനുയായികളുമായി ദേവിയുടെ സമീപത്ത് ആർത്ത് അണയുവാൻ ശ്രമിക്കുന്നു. രണഭൂമിയിൽ ദേവിയുടെ മുമ്പിൽ നിന്ന് നൃത്തം വയ്ക്കുന്ന ദാരിക പോരാളികളെ ആരാണ് യഥാർത്ഥ ദാരികനെന്ന് ശ്രീഭദ്രയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. സംഹാരുദ്രയായ ശ്രീഭദ്ര ദാരികനെ യമപുരിക്ക് അയക്കുവാൻ തക്ക കോപത്തോടെ ദാരികന്റെ സമീപത്ത് ആർത്ത് അട്ടഹസിച്ച് ദാരികന്റെ വിരുമാറിൽ തൃശൂലം കുത്തിയിറക്കുവാൻ വെമ്പൽ പൂണ്ട് ദാരികന്റെ പിന്നാലെ എഴുന്നള്ളുമ്പോൾ ദേവിയുമായി യുദ്ധം ചെയ്യാതെ ദാരികനും പടയാളികളും രണഭൂമിയിൽ ദേവിയെ പരിഹസിച്ച് പലായനം ചെയ്യുന്ന കാഴ്ച. എന്റെ ശക്തിയെക്കുറിച്ച് നിനക്കറിയാമോ ഭദ്രേ? ബ്രഹ്മദേവൻ പ്രദാനം ചെയ്ത വരങ്ങൾ എന്റെ പക്കലുള്ളിടത്തോളം കാലം നിനക്കെന്നെ സമാപ്തമാക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ച ദാരികൻ ദേവിയെ പരിഹസിച്ച് നൃത്തം വെച്ച് പ്രകോപിതയാക്കുവാൻ ശ്രമിക്കുന്നു. തനിക്ക് തടസ്സമായി നിൽക്കുന്ന പടയാളികളെ തട്ടിമാറ്റി ദാരികന്റെ സമീപത്ത് അണയുവാൻ ശ്രമിക്കുന്ന ശ്രീഭദ്ര ദാരികന്റെ വിരുമാറിന് നേരെ തൃശൂലം ചുഴറ്റി എറിഞ്ഞ് രണ്ടാമത്തെ യുദ്ധം പൂർണ്ണമാക്കി തൻ്റെ ആസ്ഥാനത്തേക്ക് എഴുന്നള്ളുമ്പോൾ ദാരിക പോരാളികൾ ദാരികന് വേണ്ടി ആർപ്പ് വിളിച്ച് ദേവിയെ പരിഹസിക്കുന്നു. ദേവിയുടെ ഓരോ യുദ്ധാന്ത്യത്തിലും ദാരികന്റെ വിരുമാറിന് നേരെ ചുഴറ്റിയെറിഞ്ഞ തൃശൂലത്തിൽ നിന്നും ഉതിർന്നു വീഴുന്ന രക്തബിന്ദുക്കൾ ദാരികന്റെ രൂപത്തിലും ഭാവത്തിലുമുള്ള അനേകായിരം ദാരിക പോരാളികളെ സൃഷ്ടിക്കുന്നു. ഇതിൽ ഏതാണ് യഥാർത്ഥ ദാരികനെന്ന് ശ്രീഭദ്രയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. ദാരികന്റെ പിന്നാലെ ആർപ്പുവിളിയുമായി ദാരികന്റെ വിജയത്തിനായി നൃത്തം വെച്ച് അനുഗമിക്കുന്ന ദാരിക പോരാളികൾ ദാരികന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം ദാരികന്റെ പിന്നാലെ ദാരികന് അകമ്പടി സേവിക്കുന്ന ദാരിക പോരാളികളെ
എങ്ങനെ യമപുരിക്ക് അയക്കുവാൻ സാധിക്കുമെന്ന് ശ്രീഭദ്ര ഒരു നിമിഷം ചിന്തിച്ച് രണഭൂമിയിൽ എഴുന്നള്ളുന്ന കാഴ്ച. ദാരികന് ബ്രഹ്മദേവൻ കൊടുത്ത വരങ്ങൾ എന്തൊക്കെയാണെന്നും ദാരികന്റെ കൈവശമിരിക്കുന്ന മന്ത്രവാളിന്റെ ശക്തി എന്താണെന്നും മനസ്സിലാക്കുവാൻ ശ്രീഭദ്രയ്ക്ക് ഇതുവരെയും സാധിക്കുന്നില്ല. ദേവിയെ ദാരികൻ വെല്ലുവിളിച്ചപ്പോൾ സംഹാരുദ്രയായ ശ്രീഭദ്ര തൃശൂലം തൃക്കൈയിലേന്തി ദാരികനെ യമപുരിക്ക് അയക്കുവാൻ വെമ്പൽ പൂണ്ട് ദാരികന്റെ ശിരസ് ഛേദിച്ച് തന്റെ പിതാവായ ശ്രീപരമേശ്വരന്റെ കാൽക്കൽ കാണിക്കയായി സമർപ്പിക്കുവാൻ വെമ്പൽ പൂണ്ട ശ്രീഭദ്ര തനിക്ക് തടസ്സമായി നിൽക്കുന്ന പടയാളികളെ തട്ടിമാറ്റി ദാരികന്റെ സമീപത്ത് അണയുവാൻ ശ്രമിക്കുന്നു.